അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്ന പാഠവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ USSന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരം കണ്ടെത്താനുള്ള എളുപ്പവഴിയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Difference between sum of two numbers and their difference is 16. Which of the following is small among them? രണ്ട് സംഖ്യകളുടെ തുകയിൽ നിന്നും അവയുടെ വ്യത്യാസം കുറച്ചപ്പോൾ 16 കിട്ടി. അവയിൽ ചെറിയ സംഖ്യ ഏത്? രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഖ്യാബന്ധങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അവയൊന്ന് ഓർത്തു നോക്കൂ. ഏതൊക്കെയാണത്? ഒന്ന്, തുകയും വ്യത്യാസവും കൂട്ടിയാൽ വലിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. അതായത് adding sum and the difference gives twice the larger number. അടുത്തതോ, തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചാൽ ചെറിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. അതായത് subtracting the difference from the sum gives twice the smaller number. ഇനി ഈ ചോദ്യം ഒന്നും കൂടെ നോക്കൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സംഖ്യകളുടെ തുകയിൽ നിന്നും അവയുടെ വ്യത്യാസം കുറച്ചപ്പോൾ 16 കിട്ടി. നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചാൽ ചെറിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും എന്നാണ് പഠിച്ചത്. അതായത് subtracting the difference from the sum gives twice the smaller number. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 16 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് ചെറിയ സംഖ്യയാണ്. തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചാൽ ചെറിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ സംഖ്യയുടെ 2 മടങ്ങാണ് 16. അപ്പോൾ ചെറിയ സംഖ്യ എത്ര ആയിരിക്കും? 16ന്റെ പകുതി 8 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ 8 ആണ്. ഓക്കെ. ആവറേജ് അഥവാ ശരാശരിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇത് ആവറേജ് ഓഫ് 7 consecutive numbers is A. If the next 2 numbers are also included, the average of 9 numbers will be. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യയുടെ ശരാശരി A ആണ്. തുടർന്നുള്ള 2 സംഖ്യകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി എത്ര ആകും എന്നാണ് ചോദ്യം. നമുക്കറിയാം, തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ ശരാശരി എല്ലായ്പ്പോഴും അതിന്റെ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിന്റെ നടുക്ക് കിടക്കുന്ന സംഖ്യ ആയിരിക്കും, അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും. അതായത് 7 സംഖ്യയുടെ നടുക്ക് കിടക്കുന്ന മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പറാണ്? 4ാമത്തെ നമ്പർ ആയിരിക്കും, ഇല്ലേ? അപ്പോൾ അത് 9 സംഖ്യകളാവുമ്പോഴോ, 2 എണ്ണം കൂടി ഉൾപ്പെടുത്തി 9 സംഖ്യകളാവുമ്പോഴും അതിന്റെ മിഡിൽ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ ശരാശരി എന്ന് പറയുന്നത്. അത് എത്രാമത്തെ നമ്പർ ആയിരിക്കും? അത് 5ാമത്തെ നമ്പർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 4ാമത്തെ നമ്പർ, അതായത് 7 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് A ആണ്. അതായത് 4ാമത്തത് A ആണ്. അപ്പോൾ 5ാമത്തത് എത്ര ആയിരിക്കും? തൊട്ടടുത്ത സംഖ്യ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? A+1 ആയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ നോക്കി ഒന്നുകൂടെ ഞാനത് മനസ്സിലാക്കി തരാം. ശ്രദ്ധിക്കൂ. തുടർച്ചയായി 7 സംഖ്യകൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7 എന്ന് എടുക്കുന്നു. അതിലെ ശരാശരി നടുക്ക് കിടക്കുന്ന സംഖ്യയാണല്ലോ. അപ്പോൾ ശരാശരി ഇവിടെ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഓക്കെ. ഇനി 2 സംഖ്യകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. തുടർച്ചയായ 9 സംഖ്യകൾ എടുക്കുന്നു. ഇപ്പോൾ ശരാശരി എത്ര ആയിരിക്കും? നടുക്കിടക്കുന്ന സംഖ്യ ആയിരിക്കുമല്ലോ. ഇപ്പോൾ നടുക്കിടക്കുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. 4ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യയാണല്ലോ 5. അപ്പൊ 4നോട് 1 കൂട്ടുമ്പോഴല്ലേ തൊട്ടടുത്ത സംഖ്യ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോദ്യം എന്താന്ന് വെച്ചാൽ തുടർച്ചയായ 7 സംഖ്യയുടെ ശരാശരി A ആണ് എന്നാണ് ചോദ്യം. അപ്പൊ 2 എണ്ണവും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ തൊട്ടടുത്ത സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. Aയുടെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? A+1 ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ A+1 ആണ്. ഓക്കെ. Which of the following is an even number for any natural number n? താഴെ തന്നിരിക്കുന്നവയിൽ എല്ലായ്പ്പോഴും ഒരു ഇരട്ട സംഖ്യ ആകുന്നത് ഏതാണ്? താഴെ 4 algebraic expressions ആണ് തന്നിരിക്കുന്നത്. അതിന് ഇരട്ട സംഖ്യ ഏത് എന്ന് വളരെ എളുപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഈ algebraic expressionsലെ എല്ലാം 2 ടേം വീതമുള്ള algebraic expressions ആണ് തന്നിരിക്കുന്നത്. അതിന് 2നെയും 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ഡി 4n+2 മാത്രമാണ്.
ഇത് മറ്റൊരു രീതിയിലും നമുക്ക് ചെയ്യാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് സംഖ്യ n-ന് ഇട്ട് കൊടുത്താലും എന്താവണം? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് എടുത്തിട്ട് n-ന് 1, 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. ഒന്നാമത് ഓപ്ഷൻ എ 3n-1 എടുക്കുന്നു. n-ന് 1 കൊടുത്താൽ എത്ര കിട്ടും? 3 × 1 - 1 എത്ര കിട്ടും? 2 കിട്ടും. 2-നെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അതൊരു ഇരട്ട സംഖ്യയാണ് അല്ലെ? ഇനി n-ന് 2 ഇട്ട് കൊടുത്തേ. n-ന് 2 ഇട്ട് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടുക? 5 ആണ് കിട്ടുക. 5 ഒരു ഇരട്ട സംഖ്യയല്ല. അപ്പോൾ ഓപ്ഷൻ എ ഉത്തരമല്ല. ഇനി ഓപ്ഷൻ ബി എടുത്തേ. 4n+1. n-ന് 1 ഇട്ട് കൊടുത്താൽ എത്ര കിട്ടുക? 4 × 1 + 1 5 ആണ് കിട്ടുന്നത്. 5 ഒരു ഇരട്ട സംഖ്യയല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും ഉത്തരമല്ല. ഇനി ഓപ്ഷൻ സി എടുത്തേ. 3n+2. n-ന് 1 എന്ന വാല്യൂ കൊടുത്തേ. 3 × 1 + 2 എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 5 തന്നെയാണ് കിട്ടുന്നത്. 5 ഒരു ഈവൻ നമ്പർ അല്ല. അപ്പോൾ ഓപ്ഷൻ സിയും ഉത്തരമല്ല. അപ്പോൾ ഉത്തരം ഏത് തന്നെയാണ് വരുന്നത്? 3 ഓപ്ഷനും ശരിയല്ലാത്തതിനാൽ ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം. ഓക്കെ.